മലപ്പുറത്ത് പൊട്ടിവീണ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 18-കാരന് ദാരുണാന്ത്യം. അച്ചനമ്പലം സ്വദേശി അബ്ദുൽ വദൂത്താണ് മരിച്ചത്. വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. KSEBയുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരു 3:30-3:45 ടൈമായിട്ടുണ്ടാവും. അവർ 4 കുട്ടികളുണ്ടായിരുന്നു. ഒരു 18-19 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളാണ്. അവർ 2 പേര് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേര് കുളിക്കുമ്പോൾ ഞാൻ അങ്ങ് വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഫോൺ കോൾ വരുന്നുണ്ട്, ആരോ തോട്ടിൽ മരിച്ചിട്ടുണ്ട്, ഒന്ന് വേഗം ഓടി ചെല്ലുകയായിരുന്നു. അന്വേഷിച്ച് പറഞ്ഞത് അവർ നേരെ കുളിക്കുന്നിടയിൽ താഴത്തോട്ട് ഒഴുകി വന്ന് അവരിവിടെ കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്തോ പിടുത്തം കിട്ടപ്പോൾ ഇതിൽ കമ്പിയിൽ പിടിച്ചതാണ്. ഇപ്പോൾ 2-3 ദിവസം കൂടെ ഒന്നായിട്ട് ചുഴലിയടിച്ചിട്ട് കറണ്ടൊക്കെ പോയിരുന്നു. അന്ന് പൊട്ടിയതാണോ എന്ന് പൊട്ടിയതാണോ അറിയില്ല. പക്ഷേ ഇവർ KSEB ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ ഒറ്റ പാഴപ്പഴക കൊണ്ടാണ് ഇത് സംഭവിച്ചത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, 18 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതെപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം? നാട്ടുകാരെന്തൊക്കെയാണ് ആരോപിക്കുന്നത്? ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഈ വെട്ടുകാട് തോടിന് സമീപത്തുള്ള ഈ തോടിൻ്റെ ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ മധുവും അവരുടെ സുഹൃത്തുക്കളും അവിടെ കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ ഈ പയ്യൻ മാത്രമാണ് അവിടെ നിന്നും ഈ വെള്ളത്തിൽ ഒഴുകി ഇങ്ങോട്ട് പോകുന്നു. ചെറിയ തോതിൽ ഒഴുക്കിൽ പോകുന്നു. അവിടെ നിന്നും ഒഴുക്കിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കരയത്തേക്ക് കയറുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഒരു 100 മീറ്റർ ഇപ്പുറത്ത് അവിടെയാണ് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടന്നിരുന്നത്. ഒരു 3 ഫേസ് ലൈനിൻ്റെ ഒരു പോസ്റ്റ് കൊണ്ട് ഇവിടെ ഒരു പമ്പ് ഹൗസ് ആണുള്ളത്. ആ പമ്പ് ഹൗസിലേക്ക് വരുന്ന KSEBയുടെ കണക്ഷനാണ്. ആ ലൈനിലെ ഒരു ലൈനാണ് പൊട്ടി വീണത്. ആ ലൈനിൽ പിടിച്ചാണ് ഈ 18-കാരൻ കയറാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഷോക്കേറ്റത് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവനെ ഏറെ നേരമായി കാണാത്തതുകൊണ്ട് സുഹൃത്തുക്കൾ പിന്നീട് മറ്റൊരു വഴിയിലൂടെ തെരഞ്ഞ് നോക്കി വന്നപ്പോഴാണ് ഇവിടെ ഈ കമ്പിയിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. പിന്നീട് മറ്റ് നാട്ടുകാരെയും മറ്റ് ആളുകളെയും എല്ലാം വിളിച്ചു വന്ന് ഈ കൂട്ടുകാർ ആ സുഹൃത്തിനെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഉടനെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട്. നമുക്ക് കാണാം ഈ ഇലക്ട്രിക് ലൈൻ ഇവിടെ നിന്ന് കാണാം. ഒരു 3 ഫേസ് ലൈനാണ്. ആ 3 ഫേസ് ലൈന് ഒരു മരത്തിനോട് എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ഇത് കാണാം. കാരണം അതായത് KSEBയുടെ ഒരു തരത്തിലുള്ള സർവീസും അല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാം. കാരണം ഇത് പെട്ടെന്നുണ്ടായതല്ല. കാലങ്ങളായി ഈ മരങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ തന്നെയാവും ഈ വൈദ്യുതി ലൈൻ പൊട്ടിയുണ്ടാവുക. ഒരു 2 ദിവസം മുമ്പ് ഈ പ്രദേശത്ത് ഒരു മിന്നൽ ചുഴലി ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊട്ടിയതാണോ ഈ ലൈൻ എന്നുള്ളതും വ്യക്തതയില്ല. കാരണം ഇത് ഇവിടെ ആൾതാമസമുള്ളതോ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന ഇടമൊന്നുമല്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ ഒരു പമ്പ് ഹൗസിലേക്ക് വരുന്ന KSEBയുടെ ലൈൻ മാത്രമാണ്. നമുക്ക് കാണാം ഇവിടെ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ ചെരുപ്പ് ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നത് കാണാം. അങ്ങനെ ഒരു വല്ലാത്ത സങ്കടകരമായൊരു കാഴ്ച തന്നെയാണ് ഈ വെട്ടുകാട് തോടിന് സമീപത്തു നിന്നുള്ളത്. ഇതിൽ നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ടതും KSEB ഇതിൻ്റെ മെയിൻ്റനൻസ് സംവിധാനത്തിൽ യാതൊന്നും ചെയ്തില്ല. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് ഒരു മരണം സംഭവിക്കാനുള്ള കാരണമായി പറയുന്നത്. അതാണ് ഇപ്പോൾ ഒരു 18-കാരൻ്റെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു +2 വിദ്യാർത്ഥിയാണ്, 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് വരെ ഇപ്പോൾ എത്തിയത്. അഖില, ഏറെ ദാരുണമായ സംഭവമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്.